ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ പുറത്ത് ഒന്ന് ഇറങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മക്കളൊക്കെ മദ്രസയിൽ പോയതിന് ശേഷം ഞാൻ ഒരു വ്ളോഗാക്കി എടുത്തേക്കാമെന്ന്. നമ്മളൊരു മാസമായി നമ്മളൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് എന്തായാലും ഒരു വ്ളോഗ് എടുത്തേ പറ്റുമോ നല്ല രീതിയിൽ ഞാൻ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ കിച്ചണിലേക്ക് നേരെ പോയി നോക്കിയപ്പോൾ അവിടെ ഉമ്മാമ്മയുണ്ട് നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നത്. ഉമ്മാമ്മ നമ്മളെ വീട്ടിൽ നെയ്പ്പത്തിൽ മുട്ടയപ്പം ഇങ്ങനെ കാര്യപ്പൊക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഉമ്മാമ്മ അവിടെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനത് കാസ്ട്രോളിലൊന്ന് ആക്കി വെക്കുകയെന്ന്. അപ്പോൾ ഈ സമയത്ത് ഉമ്മ ഒന്ന് അടിച്ചായിരുന്നുണ്ട്. അപ്പോൾ ഞാനിനി എല്ലാ റൂമും ഒന്ന് ക്ലീൻ ചെയ്യണം. റൂമിൽ കുറേ മടക്കി വെക്കാനും പുതപ്പും വിരിപ്പും ഒക്കെ ഒന്ന് സെറ്റാക്കി ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം തുടക്കാനിടണം, ഈക്കൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് തുടങ്ങിയിട്ടൊന്നുമില്ല. ഒന്നാമത് നമ്മൾ കുറേ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കും മക്കൾക്കും എല്ലാവർക്കും, ഉമ്മാമക്ക് എല്ലാവർക്കും പനിയും ജലദോഷവും തലവേദന ചുമ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്നും കൂടിയും പൊടി കെട്ടണം എന്ന് പറഞ്ഞിട്ട് എടുത്താൽ ഇന്നും ശരിയാവില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ ഡിഷുകാരിലും തുടക്കലും ക്ലീനിങ് പണിയൊക്കെ ഇന്നത്തേക്കുള്ള ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനും ഉമ്മയും കൂടി നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീച്ചപാട് ഞാൻ ചായ കുടിക്കാറില്ല, ബാക്കി എല്ലാവരും കുടിക്കലുണ്ട്. എണീച്ചപാട് ചായ കുടി പരിപാടിയൊന്നുമില്ല. നാസ്ത കഴിക്കുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ചായ കുടിക്കലാണ്. അപ്പോൾ എന്തായി നിങ്ങളൊക്കെ നോമ്പിൻ്റെ വൃത്തിയാക്കലും കാര്യങ്ങളും പിന്നെ കടി ഉണ്ടാക്കലും ഒക്കെ തുടങ്ങിയോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളിവിടെ നാസ്തയൊക്കെ കഴിച്ച് അതിന് ശേഷം ഉമ്മ മോനെയും കൂട്ടിയിട്ട് മേലേക്ക് പോയി നമ്മൾ ഇളക്കാനിട്ടതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാകും, അലക്കിയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് ഉമ്മ മോനെയും കൂട്ടിയിട്ട് പോയി. ആ സമയത്ത് ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഷോർട്ട് വീഡിയോ ഞാൻ ഒരു മുട്ടയും പാലും പഴമൊക്കെ വെച്ചിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമല്ല അതായി വന്നത്. മൊത്തത്തിൽ ചളകൊളായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആയി കിട്ടിയ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതുവരെ ആ ഷോർട്ട് വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ വീഡിയോ ഒക്കെ എടുത്തു. ഇതാണ് കേട്ടോ സാധനം. എനിക്കിഷ്ടമാണ് കേട്ടോ മുട്ടയും പഴമൊക്കെ വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ ഇക്കാക്ക് കൊടുത്ത് നോക്കിയപ്പോൾ ഇക്കാക്ക് ഇഷ്ടമായിട്ടുണ്ടായിന്. മോശമില്ല തിരക്കേടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ചളായതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു, വലിയ പഴം. അപ്പോൾ അത് വെച്ചിട്ട് കായയുടെ ആക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ വന്നിട്ട് അത് പൂങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഉമ്മ അത് ഉടച്ച് വെക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ പണ്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട്, ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പം ഞാൻ മറന്നു പോകുന്നുണ്ടായിരുന്നു എന്താണ് വ്ളോഗ് എടുക്കുകയെന്ന്, നമുക്കിത് എടുക്കണ്ടേ അന്നെല്ലാം. അപ്പോൾ പണ്ടാക്കുന്ന സമയത്ത് എനിക്കതൊന്നും ഓർമ്മയുണ്ടായിട്ടില്ല. എല്ലാം അതിന് ശേഷമാണ് ഓർമ്മ വരുന്നു, നമ്മൾ വീഡിയോ എടുക്കുമായിരുന്നു, വ്ളോഗ് എടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കായടൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ലാൻഡ് ഫോൺ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ അത് മക്കളെ കയ്യിലിരിപ്പ് കാരണം അത് പൊട്ടിപ്പോയി. അപ്പോൾ പുതിയൊരു സെറ്റ് വാങ്ങിക്കൊണ്ടതാണ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇത് ഉച്ചക്കത്തെ കറിയുടെ പ്രിപ്പറേഷനാണ്. കറിയാക്കാൻ ഉമ്മ നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മത്തി മാങ്ങ ഇട്ടിട്ട് ആക്കുന്ന സമയത്ത് എനിക്ക് കിട്ടി. ബാക്കി മാങ്ങ എടുത്തിട്ട് ഞാൻ പോയിട്ട് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി നോക്കുക. അപ്പം ആ സമയത്ത് ഉമ്മ മത്തിയൊക്കെ സെറ്റാക്കി അടുപ്പിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിത് മുറിച്ച് തന്ന സമയത്ത് പിന്നെ കറിയൊക്കെ അടുപ്പിലായതിന് ശേഷം പിന്നെ നമുക്ക് വലിയ വേറെ കലാപരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വറവോ കാര്യങ്ങളൊന്നും ഇന്ന് ആക്കുന്നില്ല സ്പെഷ്യലായിട്ട്. അപ്പം ഞാൻ നേരെ പോയി, എനിക്ക് ചെറിയൊരു പണിയുണ്ടായിരുന്നു. ഒരു മഫ് നമ്മൾ ഉണ്ടാക്കേണ്ട പരിപാടി. വേണ്ടാത്ത കാര്യത്തിന് നിന്നതാണ്, ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല എനിക്ക് അതിൽ ഇറങ്ങണ്ടേ. അപ്പോൾ
ഈ ഒരു മഫ് നല്ല ലോങ് ആയിട്ടുള്ള മഫാണ്, നല്ല നീളമുണ്ട് അതിന്. അപ്പം ഇനി ഹെവിയാണ്, വെള്ളത്തിലൊക്കെ ഇട്ടാൽ ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് എടുത്ത് പൊക്കിക്കാനും കൂടി കഴിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഭാഗം വെച്ചിട്ട് ഒരു മഫും മറ്റേ ഭാഗം വെച്ചിട്ട് വേറൊരു മഫും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, മെഷീനിൽ പോയിട്ടിരുന്നു. ഇങ്ങനെയൊക്കെയോ 2 സൂചിയൊക്കെ പൊട്ടിച്ച് അത് ഏകദേശം ലെവലാക്കി വന്ന് ലാസ്റ്റ് ക്ലിപ്പിലിടാൻ നോക്കുമ്പോഴത്തേക്ക് ക്ലിപ്പ് തന്നെ പൊട്ടിപ്പോയിട്ടുണ്ടായിന്. അപ്പോൾ ഒരു യൂസിന് എത്തിയിട്ടില്ല. നമ്മൾ ഇന്നും ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം കുളി, നിസ്കാരം, ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞു. വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്, ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടെന്ന്, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.